കോട്ടയത്ത് വീണ്ടും മഴ ശക്തിപ്പെടുകയാണ്. രാത്രിയിൽ തീവ്രത കൂടിയ മഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പെയ്തു. മീനച്ചിലാറ്റിൽ ജലനിരപ്പ് വീണ്ടും ഉയരുന്നുണ്ട്. 139 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 12,163 ആളുകളാണ് ഉള്ളത്. മിഥുൻ മുരളി കോട്ടയത്തെ അപ്ഡേറ്റ്സ് നൽകും. മിഥുൻ, ഈ പ്രളയകാലത്ത് ഏറ്റവും വലിയ ദുരിതം രൂപപ്പെടുത്തിയ ജില്ലകളിൽ ഒന്ന് കോട്ടയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. ഇപ്പോൾ വീണ്ടും മഴ അവിടെ ശക്തിപ്പെടുകയാണോ? മീനച്ചിൽ ഉൾപ്പെടെ ആ ജില്ലയിലൂടെ കടന്നു പോകുന്ന നദികളിലും മറ്റും ജലനിരപ്പ് ഉയരുന്നുണ്ടോ? എന്താണ് സാഹചര്യം? ഗൗതം, റെഡ് അലർട്ട് കോട്ടയത്ത് നിലനിൽക്കുകയാണ്. കനത്ത മഴയുണ്ട്. രാത്രിയിൽ കനത്ത മഴ പെയ്തു, രാവിലെ മഴ പെയ്തു. ഇന്നലെ ആശ്വാസത്തിന്റെ മണിക്കൂറുകൾ ആയിരുന്നുവെങ്കിൽ വീണ്ടും ആശങ്ക ഉണ്ടാവുകയാണ്. വെള്ളപ്പൊക്കം ഉണ്ടാകുമോ എന്നുള്ള ഭീഷണി നിലനിൽക്കുകയാണ്. കാരണം താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും പടിഞ്ഞാറൻ മേഖലയിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങിയ മണിക്കൂറുകളായിരുന്നു ഇന്നലെ. പക്ഷേ ഇന്നലെ രാത്രി മഴ വീണ്ടും കനത്തതോടുകൂടി ഈ വെള്ളം ഇറങ്ങിയ സ്ഥലങ്ങളിലേക്ക് വീണ്ടും വെള്ളം കയറുന്നു എന്നുള്ളതാണ് ആശങ്കയ്ക്ക് ഇടവരുത്തുന്ന ഒരു കാര്യം. വീടുകളിലേക്ക് അടക്കം വെള്ളം കയറുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് താഴത്തങ്ങാടി ഭാഗത്താണ്. താഴത്തങ്ങാടി ഈ റോഡ് ആലപ്പുഴ, വൈക്കം, ചങ്ങനാശ്ശേരി, ചേർത്തല തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട റോഡാണ്. ഇവിടെ വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെട്ടത് ഇന്നലെ പകലോടുകൂടിയാണ്. മുട്ടറ്റത്തിന് മുകളിൽ വെള്ളമുണ്ടായിരുന്നു. കഴുത്തറ്റോളം വരെ പല ഭാഗങ്ങളിലും ഈ റോഡിൽ വെള്ളമുണ്ടായിരുന്നു. ആ വെള്ളം ഇറങ്ങി സാധാരണ നിലയിലേക്ക് ഈ റോഡ് എത്തിയതായിരുന്നു. ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെട്ടതാണ്. പക്ഷേ വീണ്ടും മഴ കനത്തതോടുകൂടി ഈ റോഡിൽ വെള്ളം കയറി, വീടുകളിലേക്ക് വെള്ളം കയറുന്നു. ഗതാഗതം ഉൾപ്പെടെ പ്രയാസം നേരിടുന്നുണ്ട്. ചേർത്തല, കുമരകം, വൈക്കം തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങളടക്കം ഈ ഭാഗത്തൂടി പോകുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. ഓരോ മണിക്കൂറിലും ജലനിരപ്പ് ഈ റോഡിൽ ഉയരുകയാണ്. ബസ് സർവീസ് സാധാരണഗതിയിലേക്ക് പുനഃസ്ഥാപിക്കപ്പെട്ടത് ഇന്നലെ പകലോടുകൂടിയാണ്. വീണ്ടും ആശങ്കയ്ക്കിടവെക്കുന്ന സാഹചര്യങ്ങളിലേക്ക് വഴിമാറുന്നു. പല ഇട റോഡുകളിലേക്കും, പടിഞ്ഞാറൻ മേഖലയിലെ പല ഇട റോഡുകളിലേക്കും വെള്ളം ഇപ്പോൾ കുത്തിയൊലിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വീടുകളിലേക്ക് വെള്ളം കയറുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് ആർപ്പുക്കര, അയ്മനം, തിരുവാർപ്പ്, കുമരകം, ഇല്ലിക്കൽ, വിജയപുരം തുടങ്ങിയ പഞ്ചായത്തുകളിലെ ഒരു 90% മുകളിൽ വെള്ളം കയറിയിരിക്കുന്ന പ്രദേശങ്ങളിലെയും ആളുകൾ, താഴ്ന്ന പ്രദേശങ്ങളിലെ ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തന്നെ കഴിയുകയാണ്. ഇന്നലെ വീടുകളിലേക്ക് തിരിച്ചെത്തി ക്ലീനിങ്ങും മറ്റു വീട്ടിലേക്കും താമസം മാറ്റുന്നതിനുള്ള നടപടികളുമൊക്കെ ആയിട്ട് ആളുകൾ പോവുകയായിരുന്നുവെങ്കിൽ ഇന്ന് അതല്ല സ്ഥിതി. ആ ക്ലീൻ ചെയ്ത വീടുകളടക്കം വൃത്തിയാക്കിയിരിക്കുന്ന വീടുകളിൽ വീണ്ടും വെള്ളം കയറിയതോടുകൂടി ആൾക്കാർ ദുരിതത്തിലായിരിക്കുകയാണ്. ഇനിയപ്പോൾ മഴ ശമിച്ച് തിരികെ വീടുകളിൽ എത്താൻ സാധിക്കുമെന്നുള്ളത് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ മഴയുടെ സ്വഭാവം എന്ന് പറയുന്നത് കുറച്ച് സമയം, മണിക്കൂറുകളോളം മഴ മാറി നിൽക്കും, വെയിൽ തെളിയും, കാലാവസ്ഥ അനുകൂലമാകും. പക്ഷേ വളരെ പെട്ടെന്നാണ് തീവ്രത കൂടിയ മഴ പെയ്യുന്നത്. ഈ സ്ഥിതിഗതികൾ മാറി മറിയുന്നത് വളരെ പെട്ടെന്നാണ്. അതാണ് ഈ തവണത്തെ മഴയുടെ ഒരു പ്രത്യേകത. ആ മഴയുടെ സ്വഭാവം അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് പ്രവചിക്കാൻ പറ്റുന്നില്ല എന്താകും അവസ്ഥ എന്നുള്ളത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഈ വീടുകളിലൊക്കെ വെള്ളമാണ്. ഈ ഇട റോഡുകളിലെല്ലാം വെള്ളം കയറി ആ ഒഴുക്കുള്ള വെള്ളം പലയിടത്തിലേക്കും ഇരച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ മണിക്കൂറുകളിൽ. അതുകൊണ്ട് പല വീടുകളും ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നെത്തി ഈ താഴ്ന്ന പ്രദേശത്തെ പല വീടുകളിലും ആൾക്കാർ ഉടനെ തന്നെ വീടുകളിലേക്ക് താമസം മാറ്റുന്നതിന് വേണ്ടി ക്ലീനിങ്ങും മറ്റും ചെയ്ത വീടുകളാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത്. അവിടെയാണ് ഇപ്പോൾ ഈ രീതിയിൽ ഒഴുക്കുള്ള വെള്ളം വീടുകളിലേക്ക് ഇരച്ച് കയറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. 139 ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 12,000-ന് മുകളിൽ ആൾക്കാർ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലുണ്ട്. കിഴക്കൻ മേഖലകളിലും മഴ ശക്തമാണ്. കിഴക്കൻ മേഖല പാലാ, ഈരാറ്റുപേട്ട, പൂഞ്ഞാർ ഉൾപ്പെടെയുള്ള ഇത്തവണത്തെ മഴക്കെടുതിയിൽ ഉരുൾപൊട്ടൽ ഉൾപ്പെടെ അനുഭവപ്പെട്ട മേഖലകളിൽ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രിയിലും മഴ പെയ്തു എന്നുള്ളതാണ്. അവിടങ്ങളിൽ നിന്നെല്ലാം വെള്ളപ്പൊക്കം ഒഴിഞ്ഞതാണ്, വെള്ളം ഇറങ്ങിയതാണ്. 2 ദിവസം മുൻപേ തന്നെ പാലാ, ഈരാറ്റുപേട്ട നഗരത്തിൽ നിന്ന് പൂർണ്ണമായി വെള്ളം ഇറങ്ങിയതായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ ഇടപെട്ടുള്ള മഴ പെയ്യുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ കാലാവസ്ഥ എങ്ങനെയാകും എന്നുള്ളതാണ് ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യമായി കോട്ടയം ജില്ലയിൽ നിലനിൽക്കുന്നത്. 10 മണി വരെയാണ് റെഡ് അലർട്ട് കോട്ടയത്ത് റെഡ് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ജലനിരപ്പ് പല നദികളിലും ഉയരുന്നുണ്ട്. മീനച്ചിലാറ് കരകവിഞ്ഞ് ഒഴുകുന്നുണ്ട്. അടുത്ത അലർട്ടിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം ഉണ്ടാകുമോ എന്നുള്ള ഒരു പ്രതീക്ഷയാണ് കോട്ടയത്തെ ജനങ്ങൾക്ക് ഉള്ളത്. ശരി, ഓക്കെ, വ്യക്തമാണ് മിഥുൻ. എന്തായാലും വീണ്ടും ആശങ്കയുടെ മണിക്കൂറുകളാണ് കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം. ഈ പ്രളയകാലത്ത് ഏറ്റവും ദുരിതം രൂപപ്പെട്ട ജില്ലയിൽ ഒന്ന് കോട്ടയമാണ്. ഈരാറ്റുപേട്ടയിലും പാലയിലുമൊക്കെ വലിയ പ്രളയക്കെടുതി ഉണ്ടായതാണ്. ഇപ്പോൾ വീണ്ടും മീനച്ചിലാറ് കരകവിഞ്ഞ് ഒഴുകുന്നു. ജില്ലയുടെ പല ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയാണ്. മിഥുൻ മുരളിയാണ് വിവരങ്ങളുമായി ചേർന്നത്.